വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്നിപ്പോ നമ്മളുടെ വീടിനടുത്തുള്ള ഒരു അമ്പലത്തില് ഉത്സവമാണ്. അപ്പൊ ഞങ്ങള് ഫുഡ് അന്നദാനത്തിന് പോവാണ്. ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ കണ്ണേട്ടനും അമ്മയും വരുന്നുണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ അവര് വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോവും. വി ആർ റെഡി. ഹായ് ഗായ്സ്, വരി. നമ്മൾ എവിടെ പോവാ? പറഞ്ഞു അമ്പലത്തിൽ എന്തിനാ പോണേ? അങ്ങനത്തെ ലാസ്റ്റ് അമ്മയും കണ്ണേട്ടിലും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗുങ്കു ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം അമ്മ അവൻ എന്തൊക്കെയൊക്കെ ടോയ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് ഇതാ ഞങ്ങൾ എല്ലാവരും കൂടി അമ്മയും കണ്ണേട്ടനും ഞാനും കിങ്ങിണിയും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോവാണ്. എൻ്റെ അമ്മ ഓൾറെഡി അമ്പലത്തിലുണ്ട്. അച്ഛൻ ഞങ്ങളെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിലെത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മുരുകൻ്റെ ക്ഷേത്രമായിരുന്നു. അങ്ങനെ ഫുഡ് വാങ്ങി ഒറ്റയ്ക്ക് കഴിക്കാത്ത അവൻ എന്നെ ഒറ്റയ്ക്ക് കഴിക്കാം കേട്ടോ. നല്ല രസമാണ്. പക്ഷെ കഴിക്കുന്നില്ല, വെറുതെ ഇങ്ങനെ മാറി ഓരോന്ന് കളിക്കുള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ്. പിന്നെ വൈകുന്നേരം വരാനുള്ള വിചാരിച്ചു. അങ്ങനെ വൈകുന്നേരമായി. താലപ്പൊലീൻ്റെ ടൈമാണ്. അപ്പോൾ വരവിൻ്റെ ടൈമായ സമയത്ത് ഞങ്ങൾ മെല്ലെ അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്മ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയും എൻ്റെ അമ്മയും ഓൾറെഡി അമ്പലത്തിലെത്തി. അപ്പോൾ ഞങ്ങൾ പോകുന്ന നോക്കി ഇതാ വീട്ടിലൊക്കെ മുന്നിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കുട്ടികളൊക്കെ വേഷം വെച്ചിട്ട് എന്നുവെച്ചാൽ അവരെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ അമ്പലത്തിലെത്തി. അവർ സൈഡിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോഴത്തെ വരവെത്തി. ചെണ്ടക്കൊട്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെണ്ടക്കൂട്ട്. അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ എന്തോ അറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. അവൻ ആദ്യമായിട്ടാണ് കാണുന്നതും. ഈ വന്ന വരവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷേത്രത്തിന് 7 വട്ടം വലം വയ്ക്കുന്നു പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ വലം വയ്ക്കുന്ന സമയത്ത് ഓരോ സമയത്തും ഓരോ സൈഡിൽ വന്നിട്ട് കൂട്ടുകയാണ്. ഇതിൻ്റെ ബാക്കിൽ തന്നെ താലപ്പൊലിയും അതേപോലെ തന്നെ ഓരോ ആഘോഷപരമുണ്ട്. എന്ന് വെച്ചാൽ മയിലിൻ്റെ അതേപോലെ തന്നെ മുരുകൻ്റെ വേഷം കിട്ടിയിട്ട് പിന്നെ കാവടിയാട്ടം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിന് ബാക്കിൽ തന്നെ ഉണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ കണ്ടുപിടിക്കുന്ന കാവടിയാട്ടമാണെങ്കിൽ ഓരോരുത്തർ കാവടി എടുത്ത് പോവുകയാണ്. അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ എന്താ പറയുക താലപ്പൊലി ഉണ്ടായിരുന്നു. താലപ്പൊലി കുട്ടികളായിക്കോട്ടെ അതേപോലെ അമ്മമാരും ഒക്കെ ഒരുപാട് പ്രായമായവർക്ക് എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം. നല്ല രസം കാണാൻ തന്നെ. അനുസരിച്ച് നമുക്ക് ചെറുപ്പത്തിൽ ഓർമ്മകൾ വരും. ഞങ്ങൾക്ക് തോന്നി ഭയങ്കര ചെറുതാകുമ്പോഴാണ് ഞങ്ങൾക്ക് താല്പര്യം എടുത്തത്. പിന്നെ ഒരു ഏജ് ആയതിനു ശേഷം ഞാനൊന്നും അങ്ങനെ അമ്പലത്തിൽ പോയി താല്പര്യം എടുക്കാറുണ്ടായിരുന്നു. ഇതേ നമ്മളെ വീട്ടിലുള്ള മക്കളാണിത്, ആമി അഗുക്കെ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വേഷം കെട്ടിയിട്ടുണ്ടായിരുന്നു. മുരുകൻ്റെ അയ്യപ്പൻ്റെയും അതേപോലെ തന്നെ ശിവൻ. നല്ല രസം കിട്ടും കാണാനൊക്കെ. ഞാൻ ചെറുതാവുന്ന സമയത്ത് ഞങ്ങൾ ഡാൻസിന് പഠിക്കുന്ന സമയത്ത് ഞാനും കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മുരുകൻ്റെ വിഗ്രഹം ഇങ്ങനെ വലം വയ്ക്കാൻ പ്രദർശനം വെക്കാനും. അപ്പോൾ ഇത് കാവടിയായിട്ടാണ്. കാവടിയായിട്ടല്ല, ഇങ്ങനെ മയിലിൻ്റെ ആട്ടം അതേപോലെ ഇത് കാണുമ്പോൾ അപ്പം എനിക്ക് പാലിപ്പുര ഓർമ്മ വരിക. എന്നാൽ നല്ല രസമുണ്ടായിരുന്നു. ബാക്കിലാണെങ്കിൽ കാവടിയാട്ടം ഞാൻ പറയാൻ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഇത് സമ്മതിക്കണം. എത്ര നേരം അവരിങ്ങനെ ആടുന്ന അറിയാം. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണുക. അതിന് പിറകിൽ ഇവരെ എഫേർട്ടും കൂടി ആകുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷവും അതേപോലെ തന്നെ സങ്കടവും തോന്നും. എന്തായാലും ഒക്കെ ദൈവത്തിന് വേണ്ടി ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കണ്ടു നിൽക്കുകയാണ്. പൊള്ളിക്കണം അകത്തൊളിച്ചവൻ പുറം കടക്കണം. പമ്പനെ പിടിച്ചു തളച്ചിടണം. വല്ലാതുള്ള പുളപ്പു തിന്നിടണം. നല്ല പെണ്ണാരം പാട്ട് കളി കറുത്തൊരു കളിക്ക് ചെയ്തി.
ഗൈസ് ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. എന്തായാലും വീഡിയോസൊക്കെ കണ്ടു നോക്കാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ.